പട്ട ഗേൾസിൻ്റെ കാര്യത്തിലൊരു മാജിക് ഉണ്ട്. സംഭവം എന്ന് വെച്ചാൽ ലാസ്റ്റ്ലി നമ്മൾ ആ ഒരു ഇനാഗുറേഷനൊക്കെ കണ്ട കാര്യമാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ രണ്ട് കൂട്ടരുടെയും വ്ളോഗ് കണ്ടതാണ്, ആദില നൂറ ആൻഡ് അനിമോളുടെ. പക്ഷേ ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തൊരു കാര്യമുണ്ട്. ബിഗ് ബോസ് ഹൗസിൽ, അതായത് ബിഗ് ബോസ് സീസൺ 7 ഇവർ പിണങ്ങുന്ന ഒരു സമയമുണ്ട്. ആ പിണങ്ങുന്ന ടൈമിൽ ഒരുപാട് പേര് ഈ പറയുന്ന ആദിലേനെയും നൂറേനെയും കുറ്റം പറയാറുണ്ട്. ഇൻഡിവിജ്വലി ആദില, നൂറ ഇവരെ ഇഷ്ടപ്പെടുന്നവർ അനിമോളെ കുറ്റം പറയാറുണ്ട്. പക്ഷേ പട്ടാ ഗേൾസ് എന്ന് പറയുമ്പോൾ ഇവർ 3 പേരുമാണ്. ഇവരെപ്പോഴാണോ ഈ പറയുന്ന പിണങ്ങി അല്ലെങ്കിൽ വഴക്കടിച്ച് അതിനുശേഷം എപ്പോഴാണോ ഇണങ്ങുന്നത്, അപ്പോൾ എവിടുന്നാണെന്നറിയില്ല ഈ കുറ്റം പറഞ്ഞതിൽ കൂടുതൽ, അല്ലെങ്കിൽ ഈ കുറ്റം പറഞ്ഞത് ആ ഒരു കറക്റ്റ് അവർ തന്നെ ആയിരിക്കാം വന്ന് പറയുന്ന ഓരോ പോസിറ്റീവ് കമൻസ് ഉണ്ട്. ഒരു പോസിറ്റീവ് വൈബാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയൊക്കെ കണ്ടിട്ട്, അതായത് ബിഗ് ബോസ് സീസൺ 7 തുടക്കം തൊട്ട് കണ്ട് ആസ്വദിച്ചവർക്ക് മനസ്സിലാകും. എസ്പെഷ്യലി ലൈവൊക്കെ കണ്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒന്നിച്ചൊക്കെ അല്ലേ ചർച്ച ചെയ്തത്. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇവർ 3 പേരും എന്തൊക്കെ പറഞ്ഞ് അടിയുണ്ടാക്കിയാലും ഒന്നിച്ച് ഇരുന്ന് ചിരിച്ച് കളിച്ച് അങ്ങനെ ബഹളം വെച്ച് കാണാൻ എല്ലാവർക്കും ഒരു ഇഷ്ടം ഉണ്ടാകും. എസ്പെഷ്യലി അനിമോളും ആദിലയും ഇവർ തമ്മിലൊരു ഭയങ്കര ഒരു ബോണ്ടുണ്ട്, ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പുണ്ട്. ആ ഒരു സൗഹൃദം ശരിക്കും പറഞ്ഞാൽ അവർ വഴക്കടിക്കുമ്പോഴും അവർ തമ്മിലൊരു വഴക്കാണെങ്കിലും അതൊരു ഫൈറ്റ് ആണെങ്കിലും ശരി, അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ കരച്ചിൽ കാണുമ്പോഴാണെങ്കിലും ഒക്കെ തോന്നും അത് അവരുടെ ഇടയിൽ സ്വാഭാവികമാണ്, സംഭവിക്കും എന്നുള്ളത്. പിന്നെ ഏറ്റവും നല്ലൊരു സപ്പോർട്ടീവ് പാർട്ട്ണറായിട്ട് നൂറയെ തോന്നുന്നത് ആ മൊമെൻ്റാണ്. അതായത് ആദിലയ്ക്ക് അനിമോളെ അത്രയും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നൂറ ഓരോ തവണയും ഈ പറയുന്ന കണക്കൊരു വഴക്ക് സംഭവിക്കുമ്പോഴും, അത് ബിഗ് ബോസിനകത്ത് നമ്മൾ കണ്ടപ്പോഴും അങ്ങനെ തന്നെ, എന്നാൽ ബിഗ് ബോസിന് പുറത്ത് ഇപ്പോൾ അവർ വീണ്ടും അവരൊന്നിച്ചപ്പം നൂറ അതേപോലൊരു സപ്പോർട്ട് അതിൽ കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു ലാസ്റ്റ്ലി ഈ ഒരു 2 days മുന്നേ നമ്മുടെ അനിമോള് ഒരു വ്ളോഗ് ഇട്ട സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്. ഒരു ഭയങ്കര പോസിറ്റീവാണ്, 3 പേർക്കും ആ ഒരു പോസിറ്റീവ് എനർജി കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെയൊക്കെ ഓരോ വ്യക്തികൾക്കും ഇൻഡിവിജ്വലി നമുക്കത് എടുത്തു പറയണം. അനിമോൾക്ക് പ്രത്യേകം ഒരു ഫാൻ ബേസ് ഉണ്ട്, ഓഫ് കോഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ബിഗ് ബോസ് സീസൺ 7 കപ്പ് കിട്ടിയത്. ഇനി അടുത്തൊരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ആരാധകർ ഒരുപാടുണ്ട് എന്നെനിക്ക് തോന്നിയത് ആദിലയ്ക്കാണ്. ആദിലയ്ക്ക് ഉണ്ടാവേണ്ട ഒരു റീസൺ എന്ന് പറയുന്നത്, ബിഗ് ബോസ് ഹൗസിനകത്തുള്ള ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, ഫൈറ്റ് ചെയ്ത് ഒരു ചട്ടമ്പി ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടറിനൊപ്പം തന്നെ പാർട്ട്ണറിനെ ഒരുപാട് സ്നേഹിക്കുന്ന, റൊമാൻറ്റിക് ആയിട്ടുള്ള, നൂറയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്. സോ ഒരുപാട് ഗേൾസ് ഇത് കാണുമ്പോൾ എനിക്ക് ഇതേ കണക്കത്തുള്ള ഒരു ഗേൾ ഫ്രണ്ടിനെ മതി എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഇതേപോലത്തെ നല്ലൊരു സുഹൃത്ത് അത് ആദിലയിലുണ്ട് എന്ന് കണ്ടുപിടിച്ച ഒരുപാട് പേരുണ്ട്. അങ്ങനെ ആദിലയ്ക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. പിന്നെ നൂറ ഒരു ചാമിങ് ആയിട്ടുള്ള, എന്നാൽ നല്ല കുരുത്തക്കേടൊക്കെ കാണിക്കാൻ പറ്റുന്ന, നല്ലപോലെ ഗെയിം കളിക്കാൻ കഴിയുന്ന സ്മാർട്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിൻ്റെ ഒരു ഫാൻ ബേസ് വേറെയാണ്. സോ ലാസ്റ്റ്ലി ഇവരുടെ 2 പേരുടെയും വ്ളോഗ് വന്നപ്പോൾ ഈ വീഡിയോ ലേറ്റായി എന്ന് ചോദിച്ചാൽ എനിക്ക് നല്ല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രമാണ്. ബട്ട് ഇങ്ങനൊരു വീഡിയോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. ഇൻഡിവിജ്വലി എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ബിഗ് ബോസ് സീസൺ 7 കഴിഞ്ഞ് ഇവർ പുറത്ത് വന്നതിന് ശേഷം കുറച്ച് ലേറ്റ് ആയിക്കോട്ടെ, എന്നായാലും ഞാനത് ആദിലയുടെ നൂറ അവരുടെ അതിൽ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇങ്ങനെ മെസ്സേജ് അയച്ച് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ, നമ്മളെ ഒന്നും അവർ കാണാൻ ചാൻസ് ഒന്നുമില്ല. പക്ഷെ അവർ മെസ്സേജ് അയച്ച് ഞാനും പറഞ്ഞിട്ടുണ്ടാകും, നിങ്ങൾ പുറത്ത് വന്നതിന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് ബിഗ് ബോസ് ഒക്കെ ഒന്ന് കാണുക, എന്നിട്ടൊന്ന് വിലയിരുത്തുക, അനിമോളുമായിട്ടുള്ള ഒരു സൗഹൃദം നിലനിർത്തണം എന്നുള്ള രീതി എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഇവർ 3 പേരുടെ ഭാഗത്തും ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്, ശരികൾ വന്നു പോയിട്ടുണ്ട്, ചില തെറ്റിദ്ധാരണകൾ വന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇവർ 3 പേരും ഒന്നിക്കണം എന്നുള്ളത് എനിക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ സീസണിലെ എല്ലാവരോടും നമ്മൾ ആ ഒരു സീസൺ റിവ്യൂ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് ഓരോ ദിവസവും ഓരോരുത്തരെ കുറിച്ച് നെഗറ്റീവ് ഒക്കെ പറയേണ്ടി വരും. പക്ഷേ ഈ സീസൺ എനിക്ക് തോന്നുന്നു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു നല്ല സീസണായിരുന്നു. കാരണം ഒരു വ്യക്തിയെക്കുറിച്ചും ഒരു ഓവറായിട്ട് ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു കമൻറ്റുകളും നമുക്ക് പറയാൻ തോന്നില്ല. കാരണം അവരെ ബിഗ് ബോസ് ഹൗസിനകത്ത് എങ്ങനെയായിരുന്നോ അതൊക്കെ കഴിഞ്ഞു. അത് നമ്മൾ ഈ 24/7 കണ്ട ലൈവ് കണ്ടവർക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ ലൈവും എഡിറ്റ് ചെയ്ത് വരുന്നതാണ്. സോ നമ്മൾ മാനിപ്പുലേറ്റഡ് ആകുന്നുണ്ടോ എന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. എങ്കിലും വളരെ ടോക്സിക് ആയിട്ടൊന്നും എത്തിക്കാതെ വളരെ മാന്യമായിട്ട് എത്തിച്ച ഒരു സീസൺ കൂടിയാണ് ബിഗ് ബോസ് സീസൺ 7. ഇനി നെക്സ്റ്റ് സീസൺ ഉടനെ തന്നെ വരും എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ പറയുന്ന തമിഴിൽ
ഒരു കുക്ക് വിത്ത് കോമാളി ഉണ്ടല്ലോ, അതിൻ്റെ കോമഡി കുക്സ് എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് വരുന്നുണ്ട്. അതിൽ നമുക്ക് ഈ പറയുന്ന നെവിനും അനുമോളും എല്ലാവരും ഉണ്ട്, ചില്ലാണ്. സോ അതും കഴിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ ഈ പറയുന്ന അടുത്തൊരു സീസൺ 8 വരുന്നത്. പക്ഷേ എങ്കിലും സീസൺ 8ലേക്കുള്ള ഒരുപാട് ഗസ്റ്റുകളൊക്കെ, അതായത് കുറേ പുതിയ പുതിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഐ തിങ്ക് അശ്വിനി നിങ്ങൾക്കറിയോ, പർപ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഒരു ഇൻഫ്ലുവൻസർ ലാൻഡ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരി വരുമോ ഇല്ലയോ എന്നുള്ളത് ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട്. നമുക്ക് തരം കിട്ടിയാൽ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ആകാം. അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കിട്ടുകയാണെങ്കിൽ നിങ്ങളും വാച്ച് ചെയ്യാൻ കാത്തിരിക്കുക. ഇനി ബിഗ് ബോസിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ നേരിട്ട് കുറച്ച് ടോക്ക് ഷോ ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ സ്റ്റേ ട്യൂൺ, ഒട്ടും മിസ് ചെയ്യരുത്. ഞാനിവിടെ ഉണ്ടാകും, നിങ്ങളിവിടെ ഉണ്ടാകണം. അപ്പോൾ ഞാൻ ഇപ്പോൾ പോയി വരാം. ബൈ.